ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പടക്കത്തിൻ്റെ റിവ്യൂ ആണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു ഷോപ്പിങ്ങിനും ബീച്ചിലും കൂടെ പോയിരുന്നു കേട്ടോ. അപ്പം ഞാൻ 1450 രൂപയ്ക്ക് പടക്കം പർച്ചേസ് ചെയ്തു. പടക്കത്തിൻ്റെ റിവ്യൂ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വേറെന്താ, പടക്കം കാണിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ പൈസ വാങ്ങിച്ചതാണ്, പക്ഷെ ഇപ്രാവശ്യം ഞാൻ വെച്ച് കുറച്ച് കറക്റ്റാണ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല വാങ്ങിച്ചു കേട്ടോ. നമ്മൾ അച്ചങ്ങന്നാണ് മേടിച്ചത്. എല്ലാത്തിൻ്റെ വില പറയുന്നില്ല, കാരണം പല സ്ഥലത്തും പല വിലയാണ്, അല്ലെങ്കിൽ കുറച്ച് റേറ്റ് കൂടും. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ പടക്കം എടുക്കാം. ആദ്യം നമ്മൾ വാങ്ങിയ ബിജിലിയാണ് കേട്ടോ. ബിജിലി എന്ന് പറഞ്ഞാൽ ബീഡിപ്പടക്കം. ബീഡിപ്പടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ട് പൊട്ടുന്ന സൗണ്ടുള്ള സാധനമാണ്. 100 പീസസാണ് കേട്ടോ ഒന്നിലുള്ളത്. ഇത് വില പറയുന്നില്ല, കോപ്പിറൈറ്റ് വരും. അപ്പം ഇതാണ് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. അപ്പം ഞങ്ങൾ വേറെ എടുക്കാം. ഇങ്ങനത്തെ 3 പീസാണ് കേട്ടോ ഞങ്ങൾ 3 പാക്കറ്റാണ് മേടിച്ചത്. 100 പാക്കറ്റ് ഇതാണ്. പിന്നെ എൻ്റെ ഏട്ടൻ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏട്ടനെ ഒന്ന് കാണിക്കാം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഏട്ടനെ കാണിക്കാമെന്ന്. ചേട്ടൻ വരുന്നു, അപ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ, അഭിഷേക് എന്നാണ് പേര്. ഏട്ടൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ചേട്ടൻ പറഞ്ഞിരിക്കാം, അഭിഷേക് RB 45. എല്ലാവരും ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എന്നാൽ എൻ്റെ പടക്കത്തിൻ്റെ റിവ്യൂ അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് ബിജിലിയുടെ 3 പാക്കറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് മാലയാണ് കേട്ടോ, മാലപ്പടക്കം. എല്ലാം INS കമ്പനിയുടെ കേട്ടോ. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് മാലപ്പടക്കമാണ്. ഇത് എത്ര ആണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ മാലയുണ്ട്. പിന്നെ 2 പാമ്പ് ഗുളിക നിർബന്ധമാണ് വിഷയ്ക്ക് എല്ലാത്തിനും. എനിക്ക് ലൈറ്റ് കൃത്യമല്ലാന്ന് എനിക്കറിയാം. ഇതാ പാമ്പിൻ്റെ ഗുളിക കേട്ടോ. പിന്നെ ഉള്ളത് ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. എന്തോ പൂത്തിരി പോലെ കത്തുന്ന സാധനമാണെന്ന് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം. അന്ന് ഞാൻ വീഡിയോ ഇടും കേട്ടോ, വിഷുവിൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്കെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. പിന്നെ 2 വലിയ പൂത്തിരി, ഒന്നിന് 70 രൂപയാണ് കേട്ടോ. വലിയ പൂത്തിരി ഒന്നിന് 70 കേട്ടോ. 2 വലിയ പൂത്തിരി ഞങ്ങൾ കുറച്ചും കൂടെ പൊന്തപ്പോൾ വെച്ചത് 2 പൂത്തിരി അണിച്ചാണ്. മത്താപ്പൂ എന്നാണ് ചിലർ പറയുക, ചിലർ മേശപ്പൂ എന്നാണ് പറയുക. അതെ. പിന്നെ ഞാൻ വന്നിരിക്കുന്ന ഒരു വലിയ ഫ്ലവർ പോട്ടിൻ്റെ എന്നാണ് മത്താപ്പൂൻ്റെ. പൂത്തിരിൻ്റെ പാക്കറ്റാണ് ഇത്. ഇതാണ് പൂത്തിരിൻ്റെ പാക്കറ്റ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാട്ടോ പൂത്തിരിൻ്റെ പാക്കറ്റ്. ഇതിൽ ചെറിയ പൂത്തിരീസ് ഉള്ളത്. എല്ലാം എണ്ണിത്തരാം. 10 പീസാണ് കേട്ടോ ഇതിലെ ചെറിയ പൂത്തിരി. ഇതാ നമ്മൾ ഇതിൽ വെച്ചേക്കുന്നത്. ഫ്ലവർ പോട്ടിൻ്റെ വലിയ പാക്കറ്റ് ആകുമ്പോൾ എല്ലാത്തിലും 10 എണ്ണമാണ് കാണുക. ശരിക്കും അതൊന്നും അറിയില്ല, വിളാതിട്ടത്. പിന്നെ നമ്മൾ മറ്റേ സോപ്പും തെരയും മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഏട്ടനാട്ടോ വേക്കൂടെ പോണത്. എല്ലാവരും ഏട്ടൻ പറഞ്ഞ ID ഫോളോ ചെയ്തേക്കണേ. ഇതാണ് നമ്മുടെ തോക്കും, അതിൻ്റെ 4 തെരയുമാണ്. അതിൻ്റെ പൊട്ടാസുമാണ് തിര. തോക്കുണ്ട്, 4 തിരയും ഉണ്ട്. ഇത് നമ്മൾക്ക് നിർബന്ധമാണ് ഇങ്ങനെ കുട്ടിക്ക് പൊട്ടിക്കണേ പടക്കം. ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ. അപ്പം 4 തെരയും തോക്കും മേടിച്ചിട്ടുണ്ട്. വേറെന്താ കാണിക്കാനുള്ളത്? ഇനി ഞാൻ 2 ടിക് ടാക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ചെറുപറ മേടിക്കാത്തൊരു വിഷു ഞങ്ങൾക്കില്ല കേട്ടോ. ചെറുപറ നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ക്യാമറ എല്ലൊന്നും ഇല്ല, നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കണ്ട 2 ടിക് ടാക്ക് വെച്ചിട്ട് ഒന്നിൽ 10 പീസാണ്. വേണേൽ തുറന്ന് കാണിച്ചു തരാം. ഒന്നിൽ 10 പീസാണുള്ളത്. അപ്പം ഞങ്ങൾക്ക് ആകെ 20 പീസ് കിട്ടും കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ 2 ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. അതിന് അടുത്ത് ഞങ്ങളൊരു വെറൈറ്റി ഐറ്റം ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നമ്മുടെ സാധാരണ. ഇതൊരു ചോട്ടാ ഭീമിൻ്റെ ഐറ്റാണ്. അവർ പറഞ്ഞത് മിനി സ്കൈ ഷോട്ട് എന്നാണ്. ഇത് മുകളിലേക്ക് എന്തൊക്കെ ആക്കുന്നാണല്ലോ ഇവർ പറയുന്നത്. അറിയില്ല, സ്കൈ ഷോട്ടിൽ ലുക്കില്ലുണ്ട്. എന്താണെന്നറിയില്ല, നമുക്ക് വയ്ക്കാം. പിന്നെ ഉള്ളത് ഒരു ആംഗ്രി ബേർഡ് ഐറ്റമാണ്. ഇതൊരു പൊങ്ങുന്നല്ലാണ് പറഞ്ഞത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. ഇതാണ് ആംഗ്രി ബേർഡ് ഐറ്റം. എന്തൊക്കെയാണെന്നറിയില്ല.
പിന്നെ ഉള്ളത് ഒരു സ്കൈ ഷോട്ടാണ്. 12 ഷോട്ടാട്ടോ, കാണാൻ സാധിക്കുന്നുണ്ടോ? 12 ഷോട്ടാണുള്ളത്. ഇത് പൊട്ടുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്കൈ ഷോട്ട് ആകുന്നത് വിഷുവിന്. ഇത് പെൻസിലാട്ടോ, 10 പീസാണ് കേട്ടോ ഇതിലുള്ളത്. തുറക്കാൻ പറ്റിയല്ല ഇന്നത്തെ. അപ്പം ഇതിൻ്റെ വില എനിക്കറിയില്ല കേട്ടോ, വില പറഞ്ഞാൽ കോപ്പിറൈറ്റ് കൊടുക്കും. പിന്നെ അതൊരു ചെറിയ മാല. ഇതിനെന്താ പറയുന്നതെന്ന് അറിയില്ല. ഉള്ളി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഉള്ളി വ്യത്യസ്തമായിട്ടുള്ളൊരു ഉള്ളാണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ തിരിയൊക്കെ കണ്ടോ ഇമ്മാതിരിയുള്ള മാലപ്പടക്കാണ്. എന്താണെന്നറിയില്ല. കണ്ടോ ഇത് പൊട്ടിച്ചാൽ അതേ ഇതുപോലെ തന്നെ കത്തുന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല സൗണ്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് നമുക്ക് കുറച്ച് അകലം പാലിക്കണം. ഇതകത്തോട്ട് കയറ്റി വെക്കാം. നാളെയാണ് നമ്മൾ പൊട്ടിക്കുന്നത് കേട്ടോ. ഇതെല്ലാം നാളേക്ക് ഞാൻ വീഡിയോ ഇടുന്നത്. നാളെയാണ് ഇതെല്ലാം. ഇനി നമ്മളെ കമ്പിത്തിരി ഞാൻ 2 വലിയ മേടിച്ചിട്ടുണ്ട്. ഇതൊന്ന് യെല്ലോയും ഒന്ന് റെഡും ആണ് കേട്ടോ. പൊളിയാൻ തോന്നുന്നു. അത് പറഞ്ഞ ഇതെല്ലാം യുവരാജിൻ്റെയും രമേശിൻ്റെയും കേട്ടോ കമ്പനിയാണേ. പിന്നെ ഞാൻ വേറെ 2 കളർ ഗ്രീനും റെഡും കളേഴ്സ് 4 മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മേടിച്ചിട്ടുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പടക്കങ്ങളാണ്. അപ്പം നമ്മൾ തച്ചകൊന്നാണ് മേടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ ഇത്രയും മേടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ടോ, ബിജിലി നല്ല ക്വാളിറ്റി ആണെന്നാണ് നമുക്ക് പറയാം. നമുക്ക് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ വലിയ വരുന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ വേഗം ഷീറ്റ് കാട്ടിരിക്കുക. അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പടക്കങ്ങൾ. എന്നാൽ ശരി ഗൈസ്, ഞാൻ പൊട്ടിക്കുന്ന വീഡിയോ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. പുണ്യ സൈനിങ് ഔട്ട്.